ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി. ഇനി ഇത് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി ഇനി ഇത് കഴിക്കട്ടെ. കറി ഉണ്ടാക്കില്ല. ഞാനെന്ന് പറഞ്ഞാൽ പോയി എൻ്റെ മൊബൈലൊന്ന് ചാർജ് ചെയ്യണം. അത് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. ബാക്കിയൊന്നും കുഴപ്പമില്ല, കമ്പ്യൂട്ടർ ബേസൊന്നും കുഴപ്പമില്ല, സെറ്റാണല്ലോ. തന്നെ ഇരിക്കുകയായിരുന്നു, നല്ല ലേറ്റ് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പം പോട്ടെ, ഇറങ്ങട്ടെ. എന്തു പറയാനാ, അതും നോക്കി വീട്ടിൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പോയി ചെവിയൊക്കെ നോക്കി ഇതാകട്ടെ. സൂര്യനൊക്കെ വന്ന് ഉച്ചയിലേക്ക് കിടക്കുകയാണ്. ചെടിയൊക്കെ നോക്കട്ടെ സൈസ് ഉണ്ട്. ഇനി ഞാൻ പോയടഞ്ഞ ഒന്ന് മൊബൈലും ചാർജ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫ്രഷ് ആവട്ടെ. മൊബൈലിലും ചാർജ് ഇല്ല, ഇതിലും ചാർജ് പോയൊന്നും അറിഞ്ഞില്ല. 2-3 പ്രാവശ്യം ഞാൻ ചാർജ് ഇട്ടായിരുന്നു. ഞാൻ ചാർജ് ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ ഫുഡ് റെഡിയാക്കി കഴിക്കാൻ റൈസും വെച്ചിട്ടുണ്ട്, മറ്റേത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. ഇനി എന്ന് പറഞ്ഞാൽ പോയി റൈസ് റെഡിയായില്ലേ എന്ന് നോക്കണം. റൈസ് റെഡിയായെങ്കിൽ കറിയും കൂടി വയ്ക്കാറുണ്ട്. ഇല്ല, റൈസ് റെഡി ആയിട്ടില്ല. ഇനിയും 5 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. കഴിക്കാൻ വേണ്ടി എടുത്താൽ എല്ലാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. ഇനി ഈ ചെടിയിൽ പൂവെന്ന പോലെ തോന്നി എനിക്ക്. പൂവ് തന്നെയാണോ അതോ ഇലയാണോ എന്ന് അറിഞ്ഞുകൂടാ. പൂവെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ചായ അങ്ങനത്തെ എല്ലാം കുടിക്കണം. ചായ പോലെ ഉണ്ടാക്കണം കേട്ടോ. അതായത് ശർക്കര, മിൻറ്റ്, പിന്നെ മണം വരാണ്ട ഇല, ഇഞ്ചി കേട്ടോ. കയറാൻ പോകാൻ സമയമായി. ഇപ്പം പക്ഷികളെണ്ണം കൂടി കേട്ടോ. ചൂട് കൂടിയപ്പോൾ പക്ഷികളെണ്ണം കൂടി. ഇപ്പോൾ കഴിക്കേണ്ടത് സീസണല്ലേ, അവരെ ഫുഡിൻ്റെ ടൈമാണ് ഇപ്പോൾ. ലൈറ്റൊക്കെ ഓണൊക്കെ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പോയി ഇന്നും സൂര്യനെണ്ണനില്ല. പുള്ളിയൊക്കെ നേരത്തെ വീട്ടിൽ പോകണം. നേരത്തെ വീട്ടിലും പോകണം, നേരത്തെ വരികയും ചെയ്യും. എൻ്റെ ആശാനൊക്കെ നേരത്തെ പോയി. ഇന്നെന്ന് പറഞ്ഞാൽ ആദ്യമേ ചെന്ന് പറഞ്ഞാൽ എല്ലാ അനാലിസിസിൻ്റെ പരിപാടി ചെയ്തേക്കും. അത് ചെയ്തതിന് ശേഷം വേണം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇടാൻ. കാരണം ടൈം ആവണതേ ഉള്ളൂ, 6:40 ആവണതേ ഉള്ളൂ. കുഴപ്പമില്ല. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ പോകണം, ബൈ ചെയ്യണം. ഇതിൻ്റെ താഴെ പോകണം സെല്ല്. ഇത് ഗോൾഡാണ്. ക്രൂഡ് ഓയിൽ ഭയങ്കര. ഞാൻ ഇപ്പോൾ തുടങ്ങണോ വേണ്ടേന്ന് അറിഞ്ഞുകൂടാ, ഫുള്ള് ഫാളായിട്ട് നിൽക്കുകയാണ്. ഇനി എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിൻ്റെ താഴെ പോണ എങ്ങനെയാണെന്നൊരു പിടിയില്ല. കാരണം അവിടെ ഇത്രയും ഫ്രീ കളിച്ച് തോന്നണില്ല ഇനി താഴെ പോകും. വെയിറ്റ് ചെയ്യാതെ ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ സിൽവർ താഴെ തുടങ്ങി താഴട്ടെ. ഇതിൽ നിന്ന് ഇമിഡിയറ്റ് തുടങ്ങാം എന്നതിന് ശേഷം അടുത്തിട്ട് യൂറോ എസ് ഡിയും ക്രാഷായി തുടങ്ങി. ഇതിൻ്റെ താഴെ ഇനി ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കതും നോക്കാം. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം. ഓക്കെ ആണ്, എന്നാൽ അതും എടുക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിനും ഹൈയിൽ നിൽക്കുകയാണ്. അതും താഴോട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഞാൻ ബൈ നോക്കണില്ല, വെയിറ്റ് ചെയ്യാം. കാരണം ബൈയുടെ ടൈം കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്ത് തുടങ്ങണമെങ്കിൽ നമുക്ക് ബൈ നോക്കാം. അതിനുശേഷം അതാണ് ഇപ്പോഴത്തെ അനാലിസിസ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 7 മിനിറ്റ്. ഇനിയിപ്പോൾ ഫുള്ളൊന്ന് റീഡിങ് ചെക്ക് ചെയ്യും. എൻ്റെ ഡ്യൂട്ടി ടൈം അപ്പം എൻ്റെ പരിപാടിയും കൂടി നോക്കണം. ഞാൻ അത് ചെയ്യും. ഓക്കെയാണ്, കമ്പ്യൂട്ടർ ബേസ് സെറ്റാണ്, വേറെ കുഴപ്പമില്ല. ഓക്കെയാണ്, അതും സെറ്റാണ്, ഇതും സെറ്റാണ്. ഇനി ഇതും കുറച്ച് നേരം നോക്കണം. ഒന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് വരട്ടെ. എന്തോ അസ്വസ്ഥത ഇതിനകത്ത്, ആവി പോലെ തോന്നും. എന്നാൽ AC ഇട്ടിട്ടുണ്ട്, പക്ഷേ ബ്രീത്തിങ്ങിന് എന്തോ ചെറിയൊരു സോൺ. ഞാൻ പുറത്തിറങ്ങിയിട്ട് അല്ലാതെ എന്തരെന്ന് പറയുന്നത്. ഇത്രയും പോയിട്ടാണ് കയറിയത്. ഇത് മണ്ടത്തരമല്ല എന്തിനെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ട്രേഡും കൂടി ഉണ്ട്, ക്രൂഡ് ഓയിലിൽ ഒരു ട്രേഡും കൂടി ഉണ്ട്. അതൊന്നും എന്തായാലും നോക്കട്ടെ. ക്രൂഡ് ഓയിലില്ല ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു 3 മിനിറ്റിൻ്റെ എന്തോ. അതാ ഇത് തന്നെ എന്താണെന്ന് നോക്കാം. വേറെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. മാർക്കറ്റിൽ നിന്ന് മൂവ്മെന്റ് കാണിക്കണില്ലായിരുന്നു. അവിടെ ഇരുന്ന് കറങ്ങണി. ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ അകത്തിടുന്നു ഇല്ല. ആ ട്രേഡ് തന്നെയാണ്, വേറെ ട്രേഡ് എടുത്തിട്ട് അത് തന്നെയാണ് ഞാൻ 3 മിനിറ്റിൽ എടുത്തതെന്നോ. അപ്പോൾ ഞാൻ ഇനി ഇറങ്ങട്ടെ. ഞാൻ പോയി ഇനി ഫുഡൊക്കെ റൗണ്ട് അടിച്ചിട്ടാണ് പോയി ഫുഡ് കഴിക്കുന്നത്. ടൈമായി. ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥകൾ, എൻ്റെ ജോലി. ഇങ്ങനെ ചെന്ന് നോക്കണേക്കാണ് എൻ്റെ ജോലി, വേറെല്ലാം ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ ലീക്കൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇൻഫോം ചെയ്യാം, അത്രേ ഉള്ളൂ. ചെറിയ ലീക്കൊക്കെ വരും ഇവിടെ. ഈ സെൻസർ കംപ്ലൈന്റ് ആയിപ്പോയി. കുഴപ്പമില്ല, ഇനി കോർഡിനേഷൻ കൂടി പോയി നോക്കാം. ഇത് ഏകദേശം
ഒരു 2 മണിക്കൂറോളം വെള്ളം വീണു സെൻസറിന്റെ മണ്ടയിൽ. ഒന്നും ചെയ്യാൻ പറ്റൂ, അതാണ് കംപ്ലൈന്റ് ആയത്. ഇനി അടുത്ത ക്ലോറിനേഷൻ്റെ അവിടെ പോയി നോക്കട്ടെ. ഇതായിട്ടൊന്നും ചെയ്യില്ല, ഇവിടെയും സെറ്റാണ്. ഇനി പോയി മീറ്ററിന്റെ ആദ്യം ഫുഡ് കഴിച്ചൊന്നും മീറ്ററിന്റെ ഫോട്ടോ എടുക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുക്കൂല ഞാൻ ഈ പ്രാവശ്യം, കാരണം അവൻ കഴിച്ചുകൊണ്ടാ പാട്ട് കേട്ടോണ്ടല്ലേ വെറുതെ നിന്ന്. നമ്മൾ അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകാൻ പാടില്ല. അത് തന്നെ ഞാൻ പോയി ഇനി ഫുഡും കഴിച്ചിട്ട് മീറ്ററിന്റെ ഫോട്ടോ എടുക്കും. മീറ്ററിന്റെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നത് അതും കൂടി തന്നെ ഉള്ളൂ. റീഡിങ് എഴുതിയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. എൻ്റെ അതും അനാലിസിസും പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എടുത്തുള്ളൂ. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഫുള്ള് ചെക്ക് ചെയ്യണം. ഞാൻ അപ്പോൾ അതും ചെയ്യും, നോക്കട്ടെ. സർവീസും എല്ലാം ഓക്കെ ആണ്, സെറ്റാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.